ഹായ് ഹോൾ, വെൽക്കം. മുന്നത്തെ വീഡിയോയിലൂടെ ഒരു പ്രൊജക്റ്റ് എങ്ങനെ പ്ലാൻ ചെയ്യാം, ആ ഒരു പ്ലാൻ ചെയ്ത പ്രൊജക്റ്റിൽ നിന്ന് ഡാറ്റാസ് എങ്ങനെ എടുക്കാം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയല്ലേ. നമ്മുടെ പ്ലാനിങ് ആൻഡ് ഷെഡ്യൂളിംഗ് എന്നുള്ള സെക്ഷന് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അടുത്തതാണ് ഈ ഒരു വർക്ക് പ്രോഗ്രസ് അപ്ഡേറ്റ് ചെയ്യുക എന്നുള്ളൊരു സെക്ഷൻ. മോണിറ്ററിങ് ആൻഡ് അപ്ഡേറ്റിംഗ്. നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മൾ ഈ ഒരു പ്ലാൻ ചെയ്തിട്ടുള്ള ഡാറ്റയിലേക്ക് അപ്ഡേറ്റ് ചെയ്യുകയും പ്രൊജക്റ്റ് മോണിറ്റർ ചെയ്യുകയും ചെയ്യേണ്ടത് ആവശ്യമാണ്. ഈ ഒരു സെക്ഷനിൽ നമുക്ക് പഠിക്കാനുള്ളത് ഈ ഒരു മോണിറ്ററിങ് ആൻഡ് അപ്ഡേറ്റിംഗ് ആണ്. ഷെഡ്യൂളിലേക്ക് നമുക്ക് നമ്മുടെ ആക്ച്വൽ ആയിട്ടുള്ള സൈറ്റിൽ നടക്കുന്ന ഡാറ്റാസ് ഈ ഒരു അപ്ഡേറ്റ് ചെയ്യണം ഈ ഒരു പ്രൊജക്റ്റിലേക്ക്. അപ്പോൾ നമുക്ക് ഈ ഒരു പ്രൊജക്റ്റ് കമ്പയർ ചെയ്യാൻ കഴിയും നമ്മുടെ ആക്ച്വൽ എന്താണെന്നും അതുപോലെ നമ്മുടെ പ്ലാൻഡ് എന്തായിരുന്നു എന്നുള്ളത്. അതിന് ഫസ്റ്റ് ആയിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഈ ഒരു ഷെഡ്യൂളിന് നമ്മളൊരു കോപ്പി എടുക്കും. ഒരു കോപ്പി എന്ന് പറയുന്നത് അതിൻ്റെ പ്ലാൻഡ് ആയിട്ടുള്ളതാണ്, അതുപോലെ ഒരെണ്ണം ആക്ച്വൽ ആയിട്ടുള്ളതും. ഈ ഒരു പ്ലാനഡ് എന്നുള്ളതിൽ നമ്മൾ ഡാറ്റാസ് കാര്യങ്ങളൊന്നും എൻ്റർ ആവില്ല, അത് ഫിക്സ്ഡ് ആണ്. ബട്ട് നമ്മൾ ഈ ഒരു ആക്ച്വലിൽ വരുമ്പോൾ അതിൽ നമ്മൾ ഡാറ്റാസും കാര്യങ്ങളെല്ലാം ചേഞ്ച് ചെയ്യും ബേസ്ഡ് ഓൺ ദ വർക്ക് അപ്ഡേറ്റിനനുസരിച്ച്. ബേസ് ലൈൻ അസൈൻ ചെയ്യാനായി പ്രോജക്ട്സിൽ പോവാം. പ്രോജക്റ്റിൽ മെയിൻറ്റെയിൻ ബേസ് ലൈൻ, ഇതിൽ ആഡ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നിങ്ങൾക്ക് കാണാം രണ്ട് ഓപ്ഷൻ ഉണ്ട്. സേവ് എ കോപ്പി ഓഫ് ദ കറണ്ട് പ്രൊജക്റ്റ് ആസ് എ ന്യൂ ബേസ് ലൈൻ, അതുപോലെ കൺവേർട്ട് അനദർ പ്രൊജക്റ്റ്. നമ്മൾ ഓൾറെഡി ഒരു ബേസ് ലൈന് ഉണ്ടെങ്കിൽ അതിനെ കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സെക്കൻഡ് ഓപ്ഷൻ എന്നുള്ളത്. നമുക്കൊരു പുതിയ ഒരു കോപ്പിയാണ് ഈ ഒരു പ്രൊജക്റ്റിൻ്റെ, വില്ല പ്രൊജക്റ്റിൻ്റെ കോപ്പിയാണ് നമുക്ക് ആവശ്യമുള്ളത്. അതിനായിട്ട് ഫസ്റ്റ് ഓപ്ഷൻ സെലക്ട് ചെയ്ത് ഓക്കെ കൊടുക്കാം. ഇവിടെ കാണാം വില്ല പ്രൊജക്റ്റിൻ്റെ ബേസ് ലൈന് ഇവിടെ നിങ്ങൾക്ക് കാണാം. ഈ ബേസ് ലൈനാണ് പ്ലാൻഡ് ആയിട്ടുള്ള നമ്മുടെ ഡാറ്റ എന്ന് പറയുന്നത്. അതിനുശേഷം ക്ലോസ് ചെയ്യുക. അടുത്തതായിട്ട് പ്രൊജക്റ്റിൽ പോവാം. പ്രൊജക്റ്റിൽ നമ്മൾ ഫസ്റ്റ് എടുത്തത് മെയിൻറ്റെയിൻ ബേസ് ലൈൻ ആണ്, ആ ഒരു പ്രൊജക്റ്റിനെ സ്പ്ലിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതിനുശേഷം അസൈൻ ബേസ് ലൈൻ കൊടുക്കുക. ഇതിൽ നമ്മൾ പ്രൊജക്റ്റ് ബേസ് ലൈൻ എന്നുള്ളത് സെലക്ട് ചെയ്തുകൊണ്ട് വില്ല പ്രൊജക്ട്സ് എന്നുള്ളത് സെലക്ട് ചെയ്യാം. അതുപോലെ പ്രൈമറി ആയിട്ടും വില്ല പ്രൊജക്റ്റ് സെലക്ട് ചെയ്യാം. ഓക്കെ കൊടുക്കാം. ഇപ്പം നിങ്ങൾക്ക് ഇവിടെ കാണുന്നത് രണ്ട് ഡാറ്റയാണ്. ഒന്ന് പ്ലാൻഡ്, ആക്ച്വലി നമുക്ക് അപ്ഡേറ്റ് ചെയ്യാനുള്ളത്. പ്ലാനഡ് ബേസ് ലൈനിൽ നമുക്ക് ഡേറ്റോ കാര്യങ്ങളൊന്നും ചേഞ്ച് വരുത്താൻ കഴിയും. കമ്പാരിസൺ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആക്ച്വലും വി എസ് ആയിട്ടെല്ലാം കമ്പാരിസൺ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ബേസ് ലൈൻ ഷെഡ്യൂൾ എന്ന് പറയുന്നത്. നമ്മൾ ആക്ച്വൽ ഡാറ്റയിലാണ് നമ്മൾ അതിൻ്റെ ഡേറ്റും കാര്യങ്ങളെല്ലാം നമ്മൾ അപ്ഡേറ്റ് ചെയ്ത് വരിക. അത് ഇവിടെ നമുക്ക് ഡിസ്പ്ലേ ആയിട്ടില്ല. ഇതിൽ കൂടുതലായിട്ട് കോളങ്ങളും കാര്യങ്ങളും ഒക്കെ ആഡ് ചെയ്യാനുണ്ട്. അതിനുള്ള കൂടുതലായിട്ടുള്ള ഡീറ്റെയിൽസ് നമുക്ക് അടുത്ത വീഡിയോയിലൂടെ നോക്കാം.